സ്വന്തമായി കെട്ടിടമില്ലാതെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഗവൺമെന്റ് കോളേജ് കരിന്തളം ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ 5.5 വർഷമായി പ്രവർത്തിക്കുന്നത് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. സ്വന്തം കെട്ടിടം ആവശ്യമെന്ന് യാഥാർത്ഥ്യമാകുന്ന കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഏറെ കാത്തിരിപ്പിന് ശേഷം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ച കോളേജ് കെട്ടിടമില്ലാതെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് പാലിയേറ്റീവ് സൊസൈറ്റി ഈ കെട്ടിടം വിട്ടു നൽകിയത്. എന്നാൽ 5.5 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം തിരിച്ചു കിട്ടാതെ വെട്ടിലായിരിക്കുകയാണ് സൊസൈറ്റി. കിടപ്പ് രോഗികളെയും അത്യാസന്ന നിലയിലുള്ള അർബുദ രോഗികളെയും കിടത്തി ചികിത്സിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പാലിയേറ്റീവ് സൊസൈറ്റിക്കായി കെട്ടിടം പണിതത്. ഇവിടെ ഈ പഞ്ചായത്തിനകത്ത് 352ഓളം പാലിയേറ്റീവ് രോഗികളുണ്ട്. അതിൽ 152 പേരും പൂർണ്ണമായും കിടപ്പിലാണ്. ആ കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ആണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ പണിതത്. പക്ഷേ 1 വർഷത്തിനകം തന്നെ മാറാമെന്നുള്ള സർക്കാരിൻ്റെ വാദമെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുഴുവൻ കിടപ്പ് രോഗികളും നിരാശയിലാണ്. ഇത് ഇങ്ങനെ കിടപ്പിലായ പാവപ്പെട്ട രോഗികളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയായി തന്നെയാണ് ജനം കാണുന്നത്. പദ്ധതി ഫണ്ടും ബജറ്റ് ഫണ്ടും ഉൾപ്പെടെ കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ 24 കോടി രൂപ അനുവദിച്ചിരുന്നു. കോളേജിനായി സ്വന്തം സ്ഥലവും കണ്ടെത്തിയിരുന്നു. എന്നാൽ കെട്ടിടം പണിയാനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ബന്ധപ്പെട്ടവർ വേണ്ട ഗൗരവം നൽകുന്നില്ല എന്ന വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. കോളേജിന് സ്വന്തമായി എന്ന് കെട്ടിടമുണ്ടാകുമെന്ന ചോദ്യത്തിനും അധികൃതർക്ക് ഉത്തരമില്ല. ജനം, കാസർഗോഡ്.